ദില്ലി എയിംസിൽ ആധാർ ഇല്ലാത്തവർക്ക് 10 ഇരട്ടി അധിക ഫീസ്. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആധാറില്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസാണ് 10 ഇരട്ടി കൂട്ടിയത്. ആധാർ കാർഡ് ഉള്ളവർക്ക് സൗജന്യ രജിസ്ട്രേഷൻ, പണരഹിത ഇടപാടുകൾക്കായി പ്രീപെയ്ഡ് കാർഡ് ഏർപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ സാധാരണക്കാരായ രോഗികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നയമായ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികൾക്ക് രജിസ്ട്രേഷൻ എത്തുമ്പോൾ 10 ഇരട്ടി അധിക ഫീസ് ഈടാക്കണം എന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്കാണെങ്കിൽ സൗജന്യ രജിസ്ട്രേഷൻ നൽകും. നിലവിൽ എയിംസ് ആശുപത്രിയിലെ രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയാണ്. ഇത് ആധാർ കാർഡ് ഉള്ളവർക്ക് ഇനി മുതൽ സൗജന്യവും ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് 100 രൂപയുമായി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അടുത്ത മാസം 1-ാം തീയതി ജനുവരി 1 മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരിക. ഏതായാലും ഇത്തരത്തിൽ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാന ആശുപത്രിയെ തന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കിയതിനെതിരെയുള്ള പ്രതിഷേധവും ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വാലറ്റുകളെ, അതായത് സ്വകാര്യ കമ്പനികളുടെ ഈ വാലറ്റുകൾ സംരംഭങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുക ഒരു വശത്ത്. അതേസമയം തന്നെ ആശുപത്രികളെ, പ്രത്യേകിച്ചും ദില്ലിയിലെ എയിംസ് ആശുപത്രി എന്ന് പറയുന്നത് നിരാലംബരായ രോഗികൾക്ക് ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ഈ ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. നിരവധി ആയിരക്കണക്കിന് രോഗികളാണ് ഓരോ ദിവസവും എയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുകയും ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന രോഗികൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഭീമമായ ഫീസ് വർധനക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രജിസ്ട്രേഷൻ സമയത്ത് ഈ പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനായി രോഗികൾക്ക് പ്രീപെയ്ഡ് ഹെൽത്ത് കാർഡുകൾ പുറത്തിറക്കുന്നതിനും എയിംസ് ആശുപത്രി തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ രജിസ്ട്രേഷൻ ഫീസിൽ കുത്തനെ ഉണ്ടായ ഈ വർധനവ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. സൗമ്യ, സന്തോഷാണ് ആ വിവരങ്ങൾ നൽകിയത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി എയിംസ് ആശുപത്രി. വലിയ തിരിച്ചടിയാണ് സാധാരണക്കാർക്കുണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ കുടുങ്ങി വായ തുറക്കാനാവാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. തെളിവുകൾ പുറത്തുവിടാത്തതിൽ പാർട്ടിക്കുള്ളിൽ തന്നെയും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും അമർഷമുണ്ട്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അനവസരത്തിലാണെന്ന വിമർശനവും ഉയരുന്നു. നോട്ട് അസാധുവാക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ അഴിമതിക്ക് തെളിവുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളോടൊപ്പം മാധ്യമങ്ങളെ കണ്ട് ആത്മവിശ്വാസത്തോടെ നടത്തിയ പ്രഖ്യാപനം ദേശീയ രാഷ്ട്രീയത്തിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന പ്രതീതിയുണ്ടാക്കി. എന്നാൽ തൊട്ടടുത്ത ദിവസം ദേശീയ മാധ്യമങ്ങൾ പുറത്തിറങ്ങിയത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിലെ പുതിയ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കോഴ നൽകിയെന്ന ഇടനിലക്കാരന്റെ ഡയറി കുറിപ്പുകളാണ് പുറത്തായത്. ഈ രേഖകളിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നിവരുടെ പേരുകളും പരാമർശിച്ചിരുന്നു. ഇതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായി. CBIയുടെ കൈവശമുള്ള രേഖകൾ പ്രധാനമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന രാഹുലിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചതും സംശയം ജനിപ്പിച്ചു. പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കാനായില്ലെങ്കിൽ പുറത്ത് ബദൽ പാർലമെന്റ് ചേർന്ന് രാഹുൽ തെളിവ് പുറത്തുവിടുമെന്ന് പ്രചരിച്ചു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പാർലമെന്റ് പിരിഞ്ഞതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ കർഷകരുടെ കടം എഴുതിത്തള്ളണമെന്ന ആവശ്യവുമായി രാഹുലും കോൺഗ്രസ് സംഘവും പ്രധാനമന്ത്രിയെ കാണാൻ പോയി. അനവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കാൻ പോയതിൽ SP-യും BSP-യും പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ നടപടിയിൽ അമർഷമുണ്ടെന്നാണ് സൂചന. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ വെട്ടിലായ കോൺഗ്രസ് നേതൃത്വം തൽക്കാലം പത്തിമടക്കി മാളത്തിലേക്ക് മടങ്ങിയെന്നാണ് രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അടക്കം പറച്ചിൽ. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കള്ളപ്പണം വെളിപ്പെടുത്താനുള്ള അവസരമൊരുക്കിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പദ്ധതി പ്രകാരം 50% നികുതിയും പിഴയും നൽകി കണക്കിൽപ്പെടാത്ത പണം വെളിപ്പെടുത്താം. 2017 മാർച്ച് 31 വരെയാണ് ഈ രീതിയിൽ പണം വെളുപ്പിക്കാനുള്ള അവസരമുള്ളത്. ഇപ്രകാരം കള്ളപ്പണം വെളിപ്പെടുത്തുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. റവന്യൂ സെക്രട്ടറി ഹഷ്മുഖ് അദിയയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. നവംബർ 29 പാർലമെന്റിൽ ധനബില്ലായി അവതരിപ്പിച്ച നികുതി നിയമ 2ാം ഭേദഗതി ബിൽ അനുസരിച്ചാണ് പുതിയ പദ്ധതി. പൂട്ടിയിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഫാക്ടറി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. തുറന്നു പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ ശമ്പളം നൽകുന്നില്ല എന്ന് പരാതി ഉയരുന്നു.
300ഓളം കശുവണ്ടി ഫാക്ടറികളാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ പണിയെടുത്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായതിനെ തുടർന്നാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CE2ന്റെ നേതൃത്വത്തിൽ ഫാക്ടറി പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികൾ തുറക്കുക, മിനിമം കൂലി ഉറപ്പാക്കുക, തുറന്നു പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലെ തൊഴിലാളികളുടെ കൂലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം. തൊഴിലാളികൾക്ക് വേണ്ടി CPIM, DYFI ഉൾപ്പെടെ വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും നിരാഹാരം അനുഷ്ഠിക്കും. ആദ്യഘട്ടത്തിൽ 50ഓളം ഫാക്ടറി പടിക്കൽക്ക് മുന്നിലാണ് നിരാഹാര സമരം തുടങ്ങിയത്. എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ ഫാക്ടറി തുറക്കുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഫാക്ടറി അടച്ചിട്ടുകൊണ്ട് ഈ നീക്കം നടത്തിയാൽ അതിനെതിരായിട്ട് ശക്തമായ എല്ലാ രീതിയിലുമുള്ള നടപടികളുമായിട്ട് ട്രേഡ് യൂണിയനുകൾക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. തൊഴിലാളികൾക്ക് തൊഴിൽ നൽകണം, കൂലി ഉറപ്പാക്കണം. ഇതിൻ്റെ തന്നെ കൂലി നിഷേധിക്കാനും വെട്ടിക്കുറയ്ക്കാനും ചില നീക്കങ്ങൾ നടക്കുന്നു. അതിനൊന്നും ഒരു കാരണവശാലും ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള രീതിയിലും തൊഴിലാളികൾക്കും ഒരു രീതിയിലും ഇതിനെയൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഒരു ഭാഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാഷ്യൂ കോർപ്പറേഷനെയും കാപെക്സിനെയും തകർക്കാനുള്ള നീക്കം നടത്തുകയും മറുഭാഗത്ത് സ്വന്തം ഫാക്ടറികൾ അടച്ചിട്ട് തോട്ടണ്ടി ട്രേഡിംഗ് നടത്തി വൻ ലാഭമുണ്ടാക്കുന്ന കശുവണ്ടി മുതലാളിമാരുടെ നിലപാടിനെതിരെ കൂടിയാണ് നിരാഹാര സമരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് ചീമേനിയിലെ സൈബർ പാർക്ക് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സൈബർ പാർക്കിന്റെ നിർമ്മാണം UDF സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. സൈബർ പാർക്ക് പദ്ധതി നടപ്പാക്കാൻ LDF സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മുൻ LDF സർക്കാരിന്റെ കാലത്താണ് കാസർഗോഡ് ചീമേനിയിൽ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിട്ടുകൊടുത്ത 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് സൈബർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. IT മേഖലയിൽ ഉത്തരമലബാറിലെ വലിയ വ്യവസായ സംരംഭമായി കണക്കാക്കിയ ഈ സൈബർ പാർക്കിനെ UDF സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. ഇവിടെ മറ്റെന്തെങ്കിലും വ്യവസായം മതി എന്ന നിലപാടിലായിരുന്നു അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ചീമേനിയിലെ ഒരു IT പാർക്കല്ല, അത് ലോജിക്കില്ല. ചീമേനിയിൽ ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. ചീമേനിയിൽ കുറച്ചും കൂടി വലിയ പ്രോജക്റ്റ് കൊണ്ട് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച നിലപാടാണ് LDF സർക്കാർ കൈക്കൊണ്ടത്. UDF സർക്കാർ ചുറ്റുമതിലിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിവെച്ചെങ്കിലും 2 മാസമായി പ്രവൃത്തി കരാറുകാർ നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണം നിർത്തിവെച്ചതിൽ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തറക്കല്ലിട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയും തുടർന്ന് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ചീമേനിയിൽ IT പാർക്ക് പോലും വേണ്ട എന്ന തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭിച്ച് IT പാർക്ക് ത്വരിതഗതിയിൽ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി LDF സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വ്യാവസായികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ചീമേനി സൈബർ പാർക്ക് പദ്ധതിയെ വളരെ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരുമ്പാവൂർ പാണിയേലിപ്പോര് വെള്ളച്ചാട്ടത്തിൽ 4 പേർ മുങ്ങി മരിച്ചു. പാണിയേലിപ്പോരിലെ റിസോർട്ട് ഉടമയായ ബെന്നി, വയനാട് സ്വദേശി അനുപം, ഉത്തർപ്രദേശ് സ്വദേശി ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശി അനുധോ ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബെന്നിയുടെ മകൾക്കൊപ്പം പഠിക്കുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂർ പാണിയേലിപ്പോരിൽ റിസോർട്ട് നടത്തുന്ന അലിയാട്ടുകുടി ബെന്നി എബ്രഹാമിന്റെ മകളുടെ സുഹൃത്തുക്കളാണ് പാണിയേലിപ്പോർ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. ആദ്യം വെള്ളത്തിൽ പോയ ഒരാളെ രക്ഷിക്കാനിറങ്ങുമ്പോഴാണ് മറ്റു 2 പേരും ഒഴുക്കിൽപ്പെടുന്നത്. ഇവരെ രക്ഷിക്കാൻ വെള്ളത്തിലിറങ്ങുകയായിരുന്നു ബെന്നി. വയനാട് സ്വദേശിയായ അനുപം, ഉത്തർപ്രദേശ് സ്വദേശിയായ ആദിത്യ പട്ടേൽ, ബീഹാർ സ്വദേശിയായ അനുധവ് ചന്ദ്ര എന്നിവരും രക്ഷിക്കാനിറങ്ങിയ ബെന്നിയും മുങ്ങിമരിച്ചു. അപകടം നടന്ന 1 മണിക്കൂറിന് ശേഷമാണ് വാർത്ത പുറം ലോകം അറിയുന്നത്. വനം വകുപ്പ് അധികൃതരും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെ വിഫലമാക്കി വൈകുന്നേരം 6 മണിയോടെ 4 മൃതദേഹങ്ങളും കിട്ടി. പുറമെ ശാന്തമായാണ് പെരിയാറിന്റെ കൈവഴിയായ പാണിയേലിപ്പോര് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. എന്നാൽ ഇടുങ്ങിയ പാറയിടുക്കുകളും അടിയൊഴുക്കുമുള്ള പ്രദേശമായ ഇവിടെ അപകടം പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 90ഓളം പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത്. നിരന്തര അപകടമരണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 വർഷം മുമ്പ് വനം വകുപ്പ് ഇവിടത്തെ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങളും നടപടികളും സ്വീകരിച്ചിരുന്നു. തൽഫലമായി അപകടങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. അതിനിടയിലാണ് നാടിന് നടുക്ക് വീണ്ടും മുങ്ങിമരണമുണ്ടാകുന്നത്. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ട 3 പേരും. ബെന്നിയുടെ മകളുടെ സഹപാഠികളായ ഇവർ മറ്റ് 15 പേർക്കൊപ്പം കേരളത്തിലേക്ക് ടൂർ വന്നതായിരുന്നു. 4 പേരുടെയും മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ യൂണിയൻ പരിപാടികൾക്ക് മാനേജ്മെന്റ് വിലക്ക്. മന്ത്രിയും എംഎൽഎയും പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥി യൂണിയൻ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് മാനേജ്മെന്റ് പരിപാടികൾ നടത്തരുത് എന്ന ഉത്തരവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. സമരം നടത്തി കോളേജ് അടച്ചിടാനിടയാക്കിയവരെ കോളേജിൽ കയറ്റില്ലെന്ന മാനേജ്മെന്റിന്റെ നിലപാടാണ് തീരുമാനത്തിന് പിന്നിലെന്ന പരാതിയും ഉയരുകയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ പരിപാടികൾക്ക് മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ സംഘടനകളല്ല നിലവിൽ യൂണിയൻ ഭരണം നടത്തുന്നത്. മറിച്ച് ഓരോ ബാച്ചിലെയും വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് പതിവ്. ഇത്തവണ സ്റ്റുഡൻസ് യൂണിയൻ 2016-2017 അധികാരമേൽക്കുന്ന പരിപാടിക്കാണ് മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. 17-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനവും AN ഷംസീർ MLA മുഖ്യപ്രഭാഷണവും നടത്തേണ്ട ഉദ്ഘാടന ചടങ്ങ് കോളേജ് അടച്ചിടാൻ കാരണമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്യാമ്പസിനുള്ളിൽ കയറ്റില്ലെന്ന നിർബന്ധ ബുദ്ധിയോടെ മാനേജ്മെന്റ് പുത്തൻ ഉത്തരവിറക്കി പരിപാടി റദ്ദു ചെയ്യുകയാണെന്ന പരാതി വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നു. പ്രിൻസിപ്പൽ അടക്കം അനുവാദം നൽകിയ പരിപാടിയാണ് മാനേജ്മെന്റ് ഇടപെട്ട് മുടക്കിയതും മന്ത്രിക്കും MLAക്കും കോളേജ് കോമ്പൗണ്ടിൽ പ്രവേശനത്തിന് പരോക്ഷമായ വിലക്ക് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ MCI ഇൻസ്പെക്ഷൻ നടത്താൻ സാധ്യതയുണ്ടെന്നും വിദ്യാർത്ഥികളുടെ പരിപാടികൾ 1 മാസക്കാലം നടത്താൻ പാടില്ലെന്നുമാണ് ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്ത്രീകൾക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ച് പാലക്കാട് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കരുത്തിൽ 78 കിണറുകളാണ് യാഥാർത്ഥ്യമാകുന്നത്. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 കിണറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഉറവ പറ്റാത്തൊരു കിണർ ഏവരുടെയും സ്വപ്നമാണ്. ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം വനിതാ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 6 പേരടങ്ങുന്ന സംഘം ഒരു കിണർ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. കിണർ കുഴിക്കലിൽ വൈദഗ്ധ്യമുള്ളവരല്ല ഇവരാരും. എങ്കിലും 70 മുതൽ 75 വരെ തൊഴിൽ ദിനങ്ങൾ കൊണ്ട് ഒരു കിണർ യാഥാർത്ഥ്യമാവുകയാണിവിടെ. വീട്ടുകാരിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളിയായ രതി പറഞ്ഞു. നമ്മൾ പണിക്ക് പോണതിന്റെ മുന്നേ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ അവർ കിണർ പകുതി കുഴിച്ചു തന്നിട്ട് പോകും. പിന്നെ വേറെ എന്തെങ്കിലും സഹായത്തിനൊക്കെ ഉണ്ടേനും ആയുധങ്ങൾ മൂസകൂട്ടായ എല്ലാവരും ചെയ്തു കൊടുന്നു തരും. പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് പദ്ധതി. 38 കിണറുകൾ ഇതിനകം പൂർത്തിയായി. ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള കിണർ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയദേവൻ. സ്ത്രീകൾക്ക് പൊതുവെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സമൂഹം കരുതിയിരുന്ന ഒരു മേഖലയിൽ വിജയകരമായി തങ്ങളുടെ പ്രവൃത്തികൾ നടത്തി സമൂഹത്തിനാകെ പുതിയ മാതൃകയായിരിക്കുകയാണ് ഈ നാട്ടിലെ തൊഴിലാളികൾ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. സിമന്റോ മണലോ ഉപയോഗിക്കാതെ പഴയ ഓടും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച കിണർ ഏറെ ആകർഷകമാണ്. 9 മീറ്റർ വരെ ആഴമുള്ള കിണറുകൾ സ്ത്രീ കരുത്തിൽ പൂർത്തിയായവയിലുണ്ട്. കുടിവെള്ളത്തിനായി കുത്തുന്ന ഈ കിണറുകൾ വറ്റാത്ത ഉറവകളായി മാറി ഈ നാടിന്റെ ദാഹമകറ്റട്ടെ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പൂക്കോട്ടുകാവിൽ നിന്നും AK ലതീഷ്. മോദിക്കെതിരായ അഴിമതിയുടെ തെളിവുകൾ രാഹുൽ എപ്പോഴാണ് പുറത്തുവിടുകയെന്ന് അരവിന്ദ് കെജ്രിവാൾ. അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുമായി ധാരണയിലെത്തിയെന്ന ആരോപണം ശക്തമാവുകയാണ്. രാഹുലിന്റെ ഇതിനിടെ റോബർട്ട് വധേരയ്ക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. ബിക്കാനേർ ഭൂമി ഇടപാടിന്റെ പേരിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി M. സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, പല ഘട്ടങ്ങളിൽ ഇപ്പോൾ പറയും എന്ന് കരുതിയിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി മൗനം പാലിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കെജ്രിവാൾ ഇങ്ങനെ ഒരു ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും. സൗമ്യ, വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ അഴിമതി ആരോപണത്തിന് തെളിവുകളുണ്ട് എന്ന് വ്യക്തമാക്കി. 2 ദിവസം പിന്നിട്ടിട്ടും ഇക്കാര്യം പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ തെളിവുകൾ പുറത്തുവിടണം എന്നുള്ള ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുവരെയും തെളിവുകൾ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ എടുത്തുചാട്ടം ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഈ നോട്ട് പിൻവലിച്ച നടപടിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം പ്രധാനമന്ത്രിക്ക് ഈ അഴിമതിയിൽ നേരിട്ട് പങ്കുണ്ടെന്നും തന്റെ കൈവശം ഇതിനാവശ്യമായ തെളിവുകൾ ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കൂടെ ഇരുത്തിയാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത്. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആ സമയത്ത് തന്നെ
എന്താണ് ആരോപണം എന്ന് ആരാഞ്ഞ സമയത്ത് അത് പാർലമെന്റിൽ ഉന്നയിച്ചാൽ മാത്രമേ പൊട്ടിത്തെറി ഉണ്ടാകൂ എന്ന് രാഹുൽ ഗാന്ധി അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. സ്വാഭാവികമായും ഈ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചർച്ചകൾ ഉയർന്നു വന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം പാർലമെന്റ് ചേർന്ന സമയത്ത് സംസാരിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശ്രമവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത് മാത്രമല്ല, പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പിരിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ഉത്തർപ്രദേശിലെ കർഷകരുടെ കടമെഴുതി തള്ളണം എന്നുള്ള ആവശ്യവുമായി പ്രധാനമന്ത്രിയെ കാണുകയും കൈകൊടുത്ത് പിരിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ പ്രതിപക്ഷ നിരയിലുള്ള BSPയും സമാജ്വാദി പാർട്ടിയും പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, രാഷ്ട്രപതിയെ കാണാനുള്ള കോൺഗ്രസ് സംഘത്തിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിൽക്കുകയും ചെയ്തു. അതിനുള്ള ഒരു പ്രധാന കാരണവും രാഹുൽ ഗാന്ധിയുടെ ഈ പിന്മാറ്റമാണ് എന്നുള്ളതിന്റെ സൂചനകളും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നുള്ള തരത്തിലും ദില്ലിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തെളിവുണ്ട് എന്ന് പ്രഖ്യാപിച്ചതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ പുതിയ അഴിമതിയുടെ തെളിവുകൾ പുറത്തു വന്നത്. ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ കുടുംബത്തിന് 114 കോടി രൂപ കോഴ നൽകിയിട്ടുണ്ടെന്ന ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ ഇടനിലക്കാരന്റെ വെളിപ്പെടുത്തലാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായത്. പ്രത്യേകിച്ചും ഈ പുറത്തുവന്ന രേഖകളിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെയും സോണിയയുടെ രാഷ്ട്രീയ സെക്രട്ടറി അഹമ്മദ് പട്ടേലിന്റെയും ഉൾപ്പെടെയുള്ള പേരുകളും പരാമർശിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ CBIയുടെ കൈവശമുള്ള ഈ തെളിവുകൾ, ഏറെക്കാലമായി CBIയുടെ കൈവശമുള്ള ഈ തെളിവുകൾ സർക്കാരിന്റെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ആരോപണത്തിൽ നിന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ സർക്കാർ പുറത്തുവിട്ടതാണ് എന്നുള്ള രീതിയിൽ ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതിനുശേഷമാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്നും പുറകോട്ട് പോയത്. സ്വാഭാവികമായും അതിനുശേഷം നടന്ന ഈ കൂടിക്കാഴ്ചയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അനവസരത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ള തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ പ്രതിരോധത്തിലാണ്, കടുത്ത സമ്മർദ്ദത്തിലാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ എപ്പോഴാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തുവിടാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് കെജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ ഈ ഒരു വിഷയത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കയ്യിലില്ലാതെ പാർലമെന്റിലെ മുതിർന്ന പത്രക്കാരെ വിളിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കൂടെയിരുത്തിക്കൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യതയില്ല. തീർച്ചയായും അത്തരത്തിലുള്ള തെളിവുകൾ രാഹുലിന്റെ കൈവശമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ ഈ തെളിവുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിലെ പുതിയ തെളിവുകൾ വരുന്നതിലേക്ക് ഇടയാക്കും. അത് കോൺഗ്രസ് കുടുംബത്തിന്, സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് കനത്ത ആഘാതമേൽപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് രണ്ടുപേരും അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ധാരണയിലെത്തുകയും പരസ്പരം അഴിമതി ആരോപണത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയമാണ് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളിലും ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുമായി കടുത്ത അഭിപ്രായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. സന്തോഷ്, ഒരുപക്ഷെ കെജ്രിവാളിനെ പോലുള്ളവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴും അതിനപ്പുറത്തുള്ള ഈ ഒരു വിഷയത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ശീതകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണം, ചർച്ചയോടുകൂടി വോട്ടെടുപ്പോടുകൂടി ചർച്ച വേണമെന്ന ആവശ്യം നിരാകരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോയിരുന്നു. ഈ ഒരു ഘട്ടത്തിലായിരുന്നു ഇങ്ങനെ ഒരു വലിയ അഴിമതി ആരോപണം, അതും രേഖകളടക്കം, പ്രത്യേകിച്ച് അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഉന്നയിക്കുകയാണ്. ഞാൻ സന്തോഷിലേക്ക് എത്താം. ശ്രീ PV തോമസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ PV തോമസ്, ഇവിടെ എന്തൊക്കെയോ മറച്ചു വെക്കപ്പെടുന്നുണ്ട് എന്ന ഒരുപക്ഷെ ഇപ്പോൾ കേജ്രിവാൾ അടക്കം ഏറ്റവും അവസാനമായി പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകില്ലേ? പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ലാതെ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ച രാഹുൽ ഗാന്ധിയുടെ നിലപാടടക്കം. ശ്രീ PV തോമസ്, എന്തോ നിഗൂഢതയുള്ളതായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട് രാഷ്ട്രത്തോടും പാർലമെന്റിനോട് തന്നെയും. പാർലമെന്റ് തീർന്ന നിലയ്ക്ക് രാഷ്ട്രത്തോട് തന്നെ പറയണം എന്താണ് ഈ എർത്ത്ക്വേക്ക് ഉണ്ടാകാൻ പോകുന്ന സംഭവം, എന്താണ് അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് എവിഡൻസ് എന്താണ്. ഈ രണ്ട് കാര്യങ്ങളും രാഷ്ട്രത്തോട് പറയേണ്ടതായ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ട്.
ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഡീലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തപ്പെടും, സംശയമില്ല. ഇവർ രണ്ടുപേരും ഒരേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. അതായത് പ്രധാനമന്ത്രി പറഞ്ഞു, നരേന്ദ്രമോദി പറഞ്ഞു എന്നെ പാർലമെന്റിൽ ഡിമോണിറ്റേഷൻ സംബന്ധിച്ച് ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയും പറയുന്നത് എന്നെ പറയാൻ അനുവദിക്കുന്നില്ല, പേഴ്സണൽ കറപ്ഷൻ ഉണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട്, അതിനുള്ള പ്രൂഫ് അദ്ദേഹത്തിനെതിരുണ്ടെന്ന് പറയുന്നു, പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. പറഞ്ഞില്ലെങ്കിൽ അത് പുറത്തു പറയണം, അതാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറയാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടില്ല. അദ്ദേഹം അങ്ങനെയുള്ള യാതൊരു നീക്കവും നടത്തിയിട്ടില്ല. നടത്താതെ ജനങ്ങളെ കളിപ്പിക്കുന്നതിന് തുല്യമായിട്ട് വരും ഇത് ഇങ്ങനെ യാതൊരു രീതിയിൽ. കാരണം പാർലമെന്റ് ഓരോ പ്രൊസീജിയർ ഉണ്ട്. ഒരു ചോദ്യം ഉയർത്തണമെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തണം. അത് ചെയ്യാതെ വെറുതെ എന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറയുക, അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അല്ലെങ്കിൽ പുറത്തു പറയാമല്ലോ അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിലേക്ക്, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ നടന്ന പ്രസ് കോൺഫറൻസിലേക്ക് ഓടിക്കേറി വന്നിട്ടാണ് അദ്ദേഹം മൻമോഹൻ സിംഗിനെതിരായിട്ട് പ്രസ്താവന നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നേതാവിന് എന്തുകൊണ്ട് ഇത് വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ ബലമാവുന്നത്. ഇവിടെ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് എന്തോ കാര്യമായ ഒരു കാര്യം വെളിപ്പെടുത്താൻ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് എന്തായാലും വ്യക്തമായിരുന്ന ഒരു കാര്യമല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ? അതെ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അദ്ദേഹം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം, അഗസ്റ്റ ഹെലികോപ്റ്റർ കേസിലെ ഒരു പൊളിറ്റിക്കൽ ഫാമിലിക്ക് കാശ് 160 കോടിയോ മറ്റോ വാങ്ങിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്? ഇത് ചെറിയൊരു ഒത്തുകളിയാണോ? അവിടെയാണ് ശ്രീ പി വി തോമസ്, നമുക്കറിയാം ഇപ്പോൾ സോണിയ കുടുംബമാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ റോബർട്ട് വധേരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ ആരോപണങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് ഈ കുടുംബം നിൽക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്നത് ഇത് ആദ്യമായല്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇതിന് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഈ വിഷയങ്ങൾ എന്ന ചില സൂചനകൾ കൂടി വരുന്നില്ലേ ഇങ്ങനെയെങ്കിൽ? ഉണ്ട്, ഒട്ടേറെ ഉണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ് കിടപ്പുണ്ട്, അതുപോലെ തന്നെ റോബർട്ട് വധേരയുടെ കേസുകൾ കിടപ്പുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കേസുകൾ കിടപ്പുണ്ട്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ പേരിൽ ഒരു ചെറിയ ഒരു ഒത്തുകളിയാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ തീർച്ചയായിട്ടും അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയമാണിത്. രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള അണ്ടർ കറൻസ് ധാരാളമാണ്. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റ് തന്നെ നശിക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്. കാരണം അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു കാര്യം ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഒന്നുകൂടി തന്നെ ആവർത്തിക്കാം. അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാവുകയെന്നാണ് പറഞ്ഞത്. അതുപോലെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് എവിഡൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തോ പേഴ്സണൽ കറപ്ഷനാണ് മോഡിയുടെ എതിരായിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും താമസിക്കാൻ പാടില്ല. എത്രയും അടുത്ത ദിവസം ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സംശയം ബലപ്പെടുകയും. ഒരുപക്ഷെ അത്തരമൊരു ആരോപണം അത് രേഖകൾ സഹിതം പുറത്തു വിടുമോ എന്ന് പറയുന്നതിന് ഏറ്റവും പറ്റിയ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കണക്ക് കൂട്ടിയതുപോലെ ഏറ്റവും പറ്റിയ പ്ലാറ്റ്ഫോം അത് പാർലമെന്റ് തന്നെ ആയിരുന്നില്ലേ? പാർലമെന്റ് തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനുവേണ്ടി നോട്ടീസ് ഒന്നും കൊടുത്തതായിട്ട് അറിവില്ല. അത് ആ പാർലമെന്റിൽ കൊടുത്താൽ അദ്ദേഹത്തിനുള്ള അദ്ദേഹം ഒരുപക്ഷെ പാർലമെന്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് കാരണം അദ്ദേഹത്തിന് അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്രിവിലേജ് കിട്ടും. അദ്ദേഹത്തിനെതിരായിട്ട് ആർക്കും ഒരു കേസ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. പുറത്ത് അദ്ദേഹം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ ചോദ്യം ചെയ്യാം. ഇവിടെ അത് അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഞാൻ തിരികെ എത്താം ശ്രീ പി വി തോമസ്, ദയവായി തുടരുക. ശ്രീ എം പി രാജേഷ് എം പി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഇവിടെ ഇതിപ്പോൾ ഏറ്റവും പുതുതായി കേജ്രിവാളാണ് ഈ വിഷയം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് പറയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇന്നലെ രാഹുലിന്റെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അത് അനവസരത്തിലായിരുന്നു എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും രാഹുൽ തുടരുന്ന ഈ ഒരു മൗനം അത് വലിയ സംശയങ്ങൾക്കിടയൊരുക്കുന്നില്ലേ? ശ്രീ രാജേഷ്, രാഹുൽ ഗാന്ധി വളരെ ഗൗരവമുള്ള ആരോപണമാണ് പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ചത്. രാജ്യം മുഴുവൻ അത് ശ്രദ്ധാപൂർവം വീക്ഷിച്ചതുമാണ്. അതിന്റെ ഫലം എന്തായിരിക്കും, പരിണതി എന്തായിരിക്കും എന്നുള്ളത് പാർലമെന്റിൽ അദ്ദേഹം പറയും എന്നാണ് പറഞ്ഞത്. പാർലമെന്റ് തടസ്സപ്പെട്ടു, ഇപ്പോൾ പാർലമെന്റ് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേറെ ഗൗരവമായ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാക്കാൻ പോകുന്ന ആരോപണം, പ്രധാനമന്ത്രി വ്യക്തിപരമായിട്ട് ഭയപ്പെടുന്ന ആ ആരോപണം ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. പറയാതിരിക്കുമ്പോഴും ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള സംശയം ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്. മാത്രമല്ല ഐക്യത്തിന്റെ ഒരു സുപ്രഭാതത്തിൽ അകത്തുകൊണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ താൻ ആരോപണം ഉന്നയിച്ചത് ആരാണോ തന്നെ ഭയപ്പെടുന്നു, വ്യക്തിപരമായി ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ്. അത് ഇത്രയും കാലം ഈ സെഷൻ തുടങ്ങിയത് മുതൽ ഉണ്ടായ പ്രതിപക്ഷ ഐക്യത്തെ പിച്ചി ചീന്തിക്കൊണ്ടാണ്
ഇങ്ങനെ ഒരു അസാധാരണ നടപടി രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഒരു അനുരഞ്ജനമാണോ, ഒരു ഒത്തുതീർപ്പാണോ, മാച്ച് ഫിക്സിംഗ് ആണോ എന്നെല്ലാമുള്ള സംശയം കേജ്രിവാളിന് മാത്രമല്ല ഇതെല്ലാം കാണുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്. ആ സംശയം ദൂരീകരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഇനി സഭയ്ക്ക് പുറത്ത് പറയാൻ നമ്മളിപ്പോ കേട്ടോ. ദയവായി തുടരുക ശ്രീ എം പി രാജേഷ്. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ എത്താം. ഏതായാലും ഇപ്പോൾ രാഹുൽ മൗനം വെടിയണം എന്ന ആവശ്യമാണ് പൊതുവിൽ ഉയരുന്നത്. സ്വാഭാവികമായും അദ്ദേഹം പാർലമെന്റിൽ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ശീതകാല സമ്മേളനം പൂർത്തിയായ ശേഷവും അദ്ദേഹം മൗനം തുടരുന്നതും ഒപ്പം തന്നെ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടതും വലിയ സംശയത്തിന് ഇടയൊരുക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ. അതിലേക്ക് എത്താം. മോദിക്കെതിരായ അഴിമതിയുടെ തെളിവുകൾ രാഹുൽ എപ്പോഴാണ് പുറത്തുവിടുക എന്ന് അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചിരിക്കുന്നു. ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്ന ഒരു പ്രതീതി വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മൗനം വെടിയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ശ്രീ എം പി രാജേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ രാജേഷ്, ഇവിടെ ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി റോബർട്ട് വധേരയ്ക്കെതിരായ ചില കാര്യങ്ങളിൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിന് നോട്ടീസ് നൽകുന്ന ഒരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നീക്കങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇങ്ങനെ ചില വെളിപ്പെടുത്തലുകൾ കൂടി വന്ന ഒരു പശ്ചാത്തലവും ഉള്ളത്. ഇവിടെ മോദി ഒരുക്കിയിട്ടുള്ള കെണിയിൽ രാഹുൽ ഗാന്ധി വീണിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയും ഒരുങ്ങുകയാണ് ഏറ്റവും പുതുതായി വധേരയ്ക്കെതിരായിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങളിൽ എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ മോദിയുടെ കെണിയിൽ രാഹുൽ ഗാന്ധി വീണു എന്ന് മനസ്സിലാക്കാതിരിക്കണം, വീണില്ല എന്ന് ഉറപ്പു പറയണമെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കണം, രാജ്യത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം. ശരിയാണ്, പാർലമെന്റ് ചേരുമ്പോൾ അത്തരമൊരു ആരോപണം സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഉചിതമായ വേദി പാർലമെന്റ് തന്നെയാണ്. എന്നാൽ ഇപ്പൊ പാർലമെന്റ് അവസാനിച്ചു, അവിടെ അദ്ദേഹത്തിന് വെളിപ്പെടുത്താനുള്ള അവസരം ഉണ്ടായില്ല. ഇനി രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ നേരിട്ട് അവതരിപ്പിക്കാം. പാർലമെന്റ് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാകും. ജനസമക്ഷം നേരിട്ട് അവതരിപ്പിക്കാം, മാധ്യമങ്ങൾ വഴി അത് അവതരിപ്പിക്കാം. അത് അദ്ദേഹത്തിന് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരു സാധാരണ ആരോപണമല്ല, ഭൂകമ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആരോപണമാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞത്. അതിനെ കുറിച്ചൊന്നും ഇപ്പോഴൊന്നും അറിയില്ല, അദ്ദേഹം പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ഒരു ഭൂകമ്പം ഉണ്ടാക്കാവുന്ന പ്രധാനമന്ത്രി നേരിട്ട് വ്യക്തിപരമായി പങ്കാളിയായ അഴിമതി ആരോപണം രാഹുൽ ഗാന്ധി മറക്കുന്നത് അത് തുല്യമായ നിലയിൽ അഴിമതി നടത്തിയതുപോലെ തന്നെ കുറ്റകൃത്യമാണ്. അദ്ദേഹത്തിന് ഈ അറിവുണ്ടായിട്ടും, അഴിമതി എന്ന് പറഞ്ഞ ക്രിമിനൽ കുറ്റമാണ്, ഒരു ക്രിമിനൽ കുറ്റത്തെ കുറിച്ച് അറിവുണ്ടായിട്ടും അദ്ദേഹം അത് മറച്ചുവെക്കുന്നു എന്നുള്ളതും ധാർമ്മികമായിട്ട് മാത്രമല്ല നിയമപരമായിട്ടും ശരിയല്ല. വളരെ നന്ദി ശ്രീ എം പി രാജേഷ്. എം പി അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ PV തോമസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യം, ഒരു ഭാഗത്ത് കോൺഗ്രസ് രാഷ്ട്രീയം എത്രത്തോളം താഴേക്ക് പോയിരിക്കുന്നു, ദേശീയ തലത്തിൽ പോലും പ്രസക്തി നഷ്ടമായിരിക്കുന്നു. അവിടെ രാഹുലിന്റെ നേതൃത്വത്തിനെതിരെ പോലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സമീപകാലത്ത് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് അവിടെ ഏറ്റവും വലിയ ശത്രുവായി ഇപ്പോൾ നിൽക്കുന്ന നരേന്ദ്രമോദിയെ അങ്ങേയറ്റം തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും തെളിവുകൾ അടക്കം ഉണ്ടായിട്ടും അത് പുറത്തുവിടാതെ രാഹുൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഹുലിനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു പ്രേരണ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ? ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ആയാലും ഇപ്പോൾ വധേരയ്ക്കെതിരായ വിഷയങ്ങളിലായാലും ഒക്കെ തന്നെയും അതിനെ നിയമപരമായി നേരിട്ടുകൊണ്ട് ഇത് പ്രഖ്യാപിക്കുക തന്നെ, അല്ലെങ്കിൽ ഈ തെളിവുകൾ പുറത്തുവിടുക തന്നെയാണ് വേണ്ടത്, ഇപ്പോഴത്തെ പാർട്ടിയുടെ നിലനിൽപ്പിന് കൂടി അത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രാഹുലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും തരത്തിലുണ്ടോ? ശ്രീ PV തോമസ്. കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രിക്കെതിരായിട്ട് വലിയൊരു ആരോപണത്തിന്റെ തെളിവുകൾ സഹിതമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. ജനങ്ങളെല്ലാം കേട്ടതാണ്. അപ്പോൾ ഇനി ഒരു നിമിഷം പോലും വൈകാതെ രാജ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ അഴിമതിയെ കൊണ്ടുവരേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ താമസം എന്നുള്ളത് ജനങ്ങളെല്ലാം ചോദിക്കും തീർച്ചയായിട്ടും. ഇനി ഇതിലൊരു കോംപ്രമൈസ് ഇദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിൽ ആയിട്ട് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെ പോലെയുള്ള ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾക്ക്, ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭൂഷണമല്ല. ഇതുപോലുള്ള പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിലിലൂടെ
അദ്ദേഹം മോഡിയെയും അതുപോലെ ജനങ്ങളെയും കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ട് ഡിലേ ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ ചോദ്യമുണ്ട്. അത് എത്രയും വേഗം രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുമ്പായി ബോധിപ്പിക്കണം, തെളിവ് സഹിതം ബോധിപ്പിക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല, ബോധിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യണം, ബോധ്യപ്പെടുത്തണം ജനങ്ങളെ. അതിനുള്ള ഉത്തരവാദിത്വം, ഗൗരവതരമായ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയിലുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ഇന്നലെ ആ സംശയകരമായ കൂടിക്കാഴ്ചയെങ്കിലും ഒഴിവാക്കാമായിരുന്നു. അതെ, ആ സംശയകരമായ കൂടിക്കാഴ്ച വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കി. അതിൽ നിന്ന് TMCയും മറ്റും മാറി നിൽക്കുണ്ടായി, TMC BSP ഒക്കെ മാറി നിൽക്കുണ്ടായി. കാരണം അവരെന്തോ ഒരു മണക്കുന്നവര്. അതുകൊണ്ടാണ് അത്. ഏതായാലും ഒപ്പോസിഷന്റെ ഇതുവരെ ഉണ്ടായിരുന്ന യൂണിറ്റിയെ തകർത്ത ഒരു സംഭവമാണത്. എന്ത് പറയാൻ പോയി, കർഷകരുടെ കാര്യം പറയാനാണ് പോയതെന്ന് പറയുന്നു. അത് അങ്ങോട്ട് നിന്ന് പോവുകയായിരുന്നു. അതിനു മുമ്പ് പ്രസിഡന്റിനെ കാണുവാനായിട്ട് സോണിയാഗാന്ധിയും മറ്റും പോവുകയുണ്ടായി. അപ്പോൾ ഇദ്ദേഹം എന്തിനാ പോയി കണ്ടു എന്നുള്ള കാര്യമാണ് അറിയേണ്ട കാര്യം. ഇതൊക്കെ അറിയണം. ഇതിൽ ട്രാൻസ്പാരൻസി വേണം. ഇദ്ദേഹം 60 ദിവസത്തേക്ക് വിദേശത്ത് എവിടെ പോയി, അതിൽ ആർക്കും ഒന്നും അറിയാൻ പാടില്ല. അതിനുശേഷം വിദേശ രാജ്യത്തേക്ക് ഹോളിഡേക്ക് പോകുമെന്ന് പറഞ്ഞു പോയി. ഇദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയണം. ഈ 60 ദിവസം എവിടെ പോയി എന്നറിയാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇപ്പൊ കാണാൻ പോയി, എന്താണ് അവിടെ സംസാരിച്ചതെന്ന് അറിയണം. അല്ലാതെ ഇതിലൊന്നും രഹസ്യമില്ല. ഇതിലെന്താ രഹസ്യമുള്ളത്? അപ്പോൾ ഇതെല്ലാം വെച്ച് കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭീഷണി, അദ്ദേഹം ഇത് വെറും പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിൽ ആയിട്ട് മാറുകയാണ്. അത് പാടില്ല. അതൊരിക്കലും ഒരു കോൺഗ്രസ് നേതാവിന്, ഒരിക്കലും വൈസ് പ്രസിഡന്റ് പോലുള്ള നേതാവിന് ഒരിക്കലും ഭൂഷണമായിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം മൗനം വെടിഞ്ഞ് എത്രയും വേഗം അദ്ദേഹം തെളിവ് സഹിതം ജനങ്ങളുടെ മുമ്പാകെ വരണം. ഒരുപക്ഷെ ശ്രീ PV തോമസ്, നമ്മൾ കണ്ടതാണ് ശത്രു ഇത്രയേറെ ശക്തനാണ് എന്നതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രതിപക്ഷ പാർട്ടികളെല്ലാം എല്ലാ രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒന്നിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പാർലമെന്റിന് മുന്നിലായാലും പാർലമെന്റിനകത്തായാലും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ള ആ ഒരു യൂണിറ്റി തകരാനുള്ള ഒരു ഇടയൊരുക്കലാകുമോ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കുമോ രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം പുറത്തു വിട്ടില്ല എങ്കിൽ ഉണ്ടാവുക? ഒപ്പോസിഷൻ യൂണിറ്റി തീർച്ചയായിട്ടും അതിനെ ബാധിക്കും. ഇത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചില്ലെങ്കിൽ വലിയ അധികായനായ ഒരു എതിരാളി എന്നതിനേക്കാൾ ഒപ്പോസിഷൻ ഒന്നിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു തുഗ്ലക്കൻ നിയമത്തിലൂടെ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുന്നു. ജനങ്ങളിൽ പലരും മരിക്കുന്നു, ഹൃദയാഘാതത്തിൽ മരിക്കുന്നു, പൈസയ്ക്ക് ചികിത്സയ്ക്ക് കാശില്ലാതെ മരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായപ്പോൾ ഒപ്പോസിഷൻ പാർട്ടികൾക്ക് ശരിയായിട്ടുള്ള ഒരു കാരണം കിട്ടി, അവർ ഒരുമിച്ച് വരികയും ചെയ്തു. ഇനി രാഹുൽ ഗാന്ധി ഇതിനെ തുരങ്കം വെച്ചുകൊണ്ട് ആ ഒപ്പോസിഷൻ യൂണിറ്റ് തകർക്കുകയാണെങ്കിൽ അതെന്താ, അത് മറ്റൊരു തുഗ്ലക്കൻ സംഭവമായിരിക്കും. അതായത് ചെയ്യാൻ പോകുന്നത്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാനത് ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നില്ല. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാക്ക് പാലിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ താങ്കളിലേക്ക് വളരെ വേഗം എത്താം. ദയവായി ഹോൾഡ് ചെയ്യുക. മറ്റൊരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസിൽ പുനർവിചാരണയ്ക്ക് ഉത്തരവ്. ഫിൻ മെക്കാനിക്ക മുൻ മേധാവി ഗേസെപ്പ് ഓർസിയക്കെതിരെയാണ് പുനർവിചാരണ. നേരത്തെ ഇറ്റാലിയൻ കോടതി ഇയാൾക്ക് 4 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എന്താണ് വിവരങ്ങൾ? സൗമ്യ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഇപ്പോൾ ഇറ്റാലിയൻ കോടതി വീണ്ടും പുനർവിചാരണയ്ക്ക് ഉത്തരവിട്ടു എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ഈ കമ്പനി CEO ആയിരുന്ന ഗൈസപ്പ് ഓർസിയെ വീണ്ടും വിചാരണ ചെയ്യാനാണ് ഇറ്റാലിയൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ കോടതി ഈ കമ്പനി CEO ആയിരുന്ന ഗൈസപ്പ് ഓർസിയെ 4.5 വർഷത്തോളം ശിക്ഷിച്ചിരുന്നതുമാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ഈ കോടതിയിൽ നടത്തിയ ഈ വെളിപ്പെടുത്തലിന്റെയും മറ്റും അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് ഈ ഒരു ഇടപാടിൽ കരാർ ഉറപ്പിക്കുന്നതിന് ബന്ധം നടത്തിയിരുന്നു എന്ന് അന്ന് മാതൃ കമ്പനിയായിരുന്ന ഫിൻ മെക്കാനിക്കയുടെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ക്രിസ്റ്റ്യൻ മിഷേലിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് CBI ഇത് സംബന്ധിച്ച് ചില നിർണായകമായ രേഖകൾ പുറത്തുവിടുകയും കഴിഞ്ഞ ദിവസം ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് 113 കോടി രൂപയോളം നൽകിയിരുന്നു എന്നും കൂടാതെ AP എന്നു പേരുള്ള ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഒരു പുനർവിചാരണയ്ക്ക് കൂടി ഇറ്റാലിയൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സൗമ്യ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മേധാവി ഗേസെപ്പ് ഓർസിയക്കെതിരെയാണ് പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ശ്രീ PV തോമസിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ശ്രീ PV തോമസ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
കോൺഗ്രസിനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അഗസ്റ്റയുമായി ബന്ധപ്പെട്ട നേരത്തെ വന്ന വെളിപ്പെടുത്തലുകളാണ് എങ്കിൽ കൂടിയും, ഒപ്പം തന്നെ റോബർട്ട് വദ്രയ്ക്കെതിരായ വിഷയങ്ങൾ, അത് UPA അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തു വന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതുതായ ചില നോട്ടീസുകൾ അടക്കമുള്ള വിഷയങ്ങൾ ഒക്കെ തന്നെയുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ രാഹുൽ ഗാന്ധിക്കാകും എന്ന് കരുതുന്നുണ്ടോ? ഈ പറയുന്നത് പോലെ തന്നെ കെജ്രിവാളിന്റെ ഒക്കെയും സപ്പോർട്ട് അത്തരത്തിൽ ഇങ്ങനെയുണ്ട് എങ്കിലുണ്ട്, ഒപ്പം തന്നെ മറ്റു ഓപ്പോസിഷൻ പാർട്ടികളുടെ ഒക്കെ തന്നെയും സപ്പോർട്ട് ഉണ്ടാകും. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ രാഹുൽ എടുക്കുന്ന തീരുമാനമാകുമോ നിർണായകമാവുക? ഒരു സന്ധിയിലൂടെ, മോഡിയുമായിട്ടുള്ള സന്ധിയിലൂടെ ഇതിനെ ഓവർകം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. പക്ഷെ ഒരു പരിധി വരെ ഒരുപക്ഷെ സഹായിച്ചേക്കാം. കാരണം ഇറ്റാലിയൻ കോടതിയെ എങ്ങനെ മോഡിക്ക് സ്വാധീനിക്കാൻ പറ്റും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട്. അത് പുനർവിചാരണ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടേറെ പുതിയ സത്യങ്ങൾ വെളിയിൽ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മൂടി വയ്ക്കുവാൻ ശ്രമിച്ചേക്കാം. അതിനൊരുപക്ഷെ ഈ സഹായവും എടുത്തേക്കാം, ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായവും എടുത്തേക്കാം രാഹുൽ ഗാന്ധിയും മറ്റും ഇൻവോൾവ് ആണെങ്കിൽ. ഇൻവോൾവ് അല്ലെങ്കിൽ ഇവർക്ക് ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു ആവശ്യവുമില്ല. ഇവർക്ക് ധൈര്യമായിട്ട് ഈ വെളിപ്പെടുത്തലുകൾ നടത്താം, ജനങ്ങളെ ബോധ്യപ്പെടുത്താം എന്താണ് മോഡിയുടെ കറപ്ഷൻ എന്നുള്ള കാര്യം. ഇത് പകരത്തിന് പകരം ടിക് ഫോർ ടാറ്റ് എന്ന രീതിയിലുള്ള ആരോപണമാണ് നടക്കുന്നതെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ള ഒരു നേതാവിന് ഒരിക്കലും അതൊരു ഭാവിക്ക് നല്ലതായിരിക്കില്ല, വലിയൊരു കളങ്കമായിരിക്കും. അദ്ദേഹം പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിൽ അങ്ങനെയാണ് നടത്തുന്നതെങ്കിൽ. വളരെ നന്ദി ശ്രീ PV തോമസ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും രാഹുൽ ഗാന്ധി മൗനം വെടിയണം എന്ന് തന്നെയാണ് ദേശീയ തലത്തിൽ ആവശ്യം ഉയരുന്നത്. എന്തിന് ഇന്നലെ യാതൊരു ആവശ്യവുമില്ലാതെ, അതായത് വളരെ നിസ്സാരമായ കാര്യത്തിന് എന്തിനാണ് പ്രധാനമന്ത്രിയെ കണ്ടത് എന്ന ചോദ്യം ഇതോട് ചേർത്ത് വെച്ച് ചോദിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ കേജ്രിവാൾ അടക്കമുള്ള നേതാക്കളാണ് രാഹുൽ ഗാന്ധി മൗനം വെടിയണം, പ്രധാനമന്ത്രിക്കെതിരായ തെളിവുകൾ അടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം ഉയരുന്നത്. ഏതായാലും രാഹുലിന്റെ തീരുമാനം ഇനി നിർണായകമാകും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഭാവി സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമാകുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക്